തെരുവ് പട്ടിയുടെ കടിയേറ്റ് വിദ്യാർത്ഥി മരിച്ച ശേഷം അടുത്ത ഒരാഴ്ച വാർത്താ ചാനലുകൾ തുറന്നാൽ. നമസ്കാരം, തോന്നിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നലെ കോഴിക്കോട് കാട്ടാക്കട ജംഗ്ഷനിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ വൈദികയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. നമസ്കാരം, ഇന്ന് കേട്ട വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെരുവുപട്ടികളുടെ ആക്രമണം ഒരാഴ്ച ഈ പട്ടി കടിച്ച വാർത്ത കാണാൻ തുടങ്ങിയിട്ട് ഈ പണ്ടറിഞ്ഞ് എന്നാ തീരാനാവാം. തൃശ്ശൂരിനടുത്ത് വയനാട് ജില്ലയിൽ കുടുംബശ്രീ അംഗങ്ങൾ തിരുവാതിര പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് തെരുവ് പട്ടികൾ ഓടിക്കയറിയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഗുരുതരമായി പരിക്കേറ്റ 2 കുടുംബശ്രീ അംഗങ്ങളെ അടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡേ 3. നമസ്കാരം, കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 5ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ വിട്ടുവരുന്നതിനിടെ തെരുവുപട്ടി ആക്രമണത്താൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തിരുവനന്തപുരത്താണ് സംഭവം നടന്നിരിക്കുന്നത്. തലമുടിയിലും നഖത്തിലും ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ പരിശോധനയ്ക്കായി അടുത്തുള്ള വെറ്ററിനറി ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. തെരുവുപട്ടി ആക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കേരളത്തിൽ പഞ്ചായത്ത് തല ചർച്ചകൾ നടത്തി ഉചിതമായ പരിഹാരം കണ്ടെത്തണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. 1 week later. നമസ്കാരം. മലപ്പുറം തവളപ്പാറയിൽ സ്ത്രീദിനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഭർത്താവിൽ നിന്നുള്ള പീഡനം സഹിക്കവയ്യാതെ യുവതി ആത്മഹത്യ ചെയ്തു. അപ്പൊ തെരുവുപട്ടി ആക്രമണത്തിന്റെ വാർത്തകൾ കഴിഞ്ഞുട്ടാ ഇന്നത്തോട് കൂടിയിട്ട്. പട്ടികളൊക്കെ ആവിയായിട്ട് പോയി തോന്നണോ? ഇന്നിപ്പോ അത് കേൾക്കാനില്ല. ഇന്നിപ്പോ വാർത്ത പീഡനത്തെ പറ്റിയിട്ടാ. കാരണം എന്താണെന്നറിയോ? ഇന്നലെ ഒരു പെൺകുട്ടി പീഡനമായിട്ട് മരിച്ചു. സ്ത്രീധന പീഡനം. ഇനി ഒരാഴ്ച കേരളത്തിന് മുഴുവനും പീഡനാവും. അപ്പൊ അതിന്റെ വാർത്തകൾ ഇങ്ങനെ ഒരാഴ്ച കേൾക്കാം. കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് പട്ടി കടിച്ച വാർത്തയായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച പട്ടി കടിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു. മനസ്സിലായോ? ഇനി അടുത്ത ആഴ്ച വേറെ പുതിയ വാർത്ത വരുമ്പോ പീഡനം നിൽക്കും. ഇതുവരെ വായിച്ച വാർത്തകൾക്കൊന്നും ഒരു വാലും മൂടും ഇല്ല. പ്രേക്ഷകർ ഇതിങ്ങനെ വായും പൊളിച്ചിട്ട് ഇങ്ങനെ കാണുന്നേ. എന്താ ചെയ്യാ? കാണല്ലാതെ പാകണ്ടോ? കേരളത്തിലെ വാർത്താ ചാനലുകളിലെ ഒരു എന്താ പറയപ്പോ അവസ്ഥ.